നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കുടുംബത്തിലെ 5 പേർ മരണത്തിലേക്ക് അങ്ങ് വഴുതി വീഴുന്ന ഒരു കാഴ്ച, അത് എല്ലാവരും നോക്കി നിൽക്കെ വല്ലാത്തൊരു വേദനിപ്പിക്കുന്ന ദയനീയമായ ഒരവസ്ഥയാണ്. അവർ എല്ലാവരും ഒരാൾക്ക് പോലും രക്ഷപ്പെടുത്താൻ പറ്റാത്ത ഒരു ഒഴുക്കിലേക്ക് അങ്ങ് വീണു പോകുന്ന കാഴ്ച. ഒരുപാട് സമയം അവർ ആ വെള്ളത്തിൽ പിടിച്ചു നിന്നെങ്കിലും ആർക്കും അവരെ രക്ഷപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞില്ല. അല്ലാഹു അവരുടെ കബറിടം സ്വർഗ പൂന്തോപ്പ് ആക്കി കൊടുക്കട്ടെ. ഒരുപാട് നേരം ഒളിച്ചു നിന്നാണ് അവർ ഒലിച്ചു പോകുന്നത്. സംഭവം നടക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. ഈ ദുരന്തത്തിൻ്റെ ഭയാനകമായ ദൃശ്യങ്ങൾ നോക്കുവാൻ തന്നെ മനസ്സിന് വല്ലാത്തൊരു വേദനയായിട്ടിരിക്കുന്നു. 7 അംഗ കുടുംബം ശക്തമായ ഒഴുക്കുള്ള നദിയിൽ പെട്ടു പോകുന്നതും മിനിറ്റുകൾക്കുള്ളിലാണ് ഒഴുകിപ്പോകുന്നതും. പുനെയിലെ ലോണാവാലയിൽ പെട്ടെന്നുണ്ടായ മലവെള്ള പായ്ച്ചിലിൽ ആണ് ഈ ദാരുണ സംഭവം നടക്കുന്നത്. മരിച്ചവരുടെ എണ്ണം 4. 2 പേരെ രക്ഷപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞു. മറ്റുള്ളവർക്കായി തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലോണാവാലയിൽ കുഷി ഡാമിൻ്റെ അടുത്താണ് ഈ സംഭവം നടക്കുന്നത്. മുംബൈയിൽ നിന്നും 80 കിലോമീറ്റർ അകലെ ഹിൽ സ്റ്റേഷനിൽ അവധിക്കാലം ആഘോഷിക്കാൻ എത്തിയതായിരുന്നു കുടുംബം. അപകടം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് പല പ്രാവശ്യവും നൽകി കേട്ടിട്ടുള്ള സ്ഥലമാണ് ഇവിടെ. നമ്മൾക്കൊന്നും കണ്ടു നിൽക്കാൻ പറ്റാത്ത ഒരു രംഗം. പടച്ചവൻ നിശ്ചയിച്ചത് ആർക്കും തടുക്കുവാൻ കഴിയില്ല. പക്ഷേ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് കിട്ടിയിട്ടുള്ള സ്ഥലം. ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം. ഇതുപോലെയുള്ള അപകടത്തിൽപ്പെട്ടാൽ രക്ഷാപ്രവർത്തകർ പോലും നിസ്സഹായരായി തീരും. ആളുകൾ മുഴുവനും ആ മലവെള്ളപ്പായ്ച്ചിലിൽ ഒലിച്ചുപോയി. ഇതുപോലുള്ള മരണങ്ങളിൽ നിന്നും ദൈവം എല്ലാവരെയും കാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു പോകുന്നു. സാധാരണ മലവെള്ളം വരാൻ തുടങ്ങുമ്പോൾ തന്നെ മെല്ലെ അവിടെ നിന്നും മാറേണ്ടതാണ്. പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം വെള്ളത്തിൻ്റെ ഫോഴ്സ് കൂടി വന്നുകൊണ്ടേയിരിക്കും. പിന്നീട് അതിൽ പിടിച്ചു നിൽക്കുവാനായിട്ട് എത്രയും പ്രഗത്ഭരായ നീന്തൽക്കാർക്ക് പോലും പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും. ഷോളുകൾ കൂട്ടിയോ എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കാമായിരുന്നു എന്ന് തോന്നിപ്പോകുന്നു. പാവം കൊച്ചു കുഞ്ഞുങ്ങൾ പോലും അതിലുണ്ടായിരുന്നു. വെള്ളത്തിൽ നിന്നുള്ള ഫോട്ടോ എടുക്കലൊക്കെ നിർത്താനായിട്ട് ശ്രമിക്കണം. ഇതൊന്നും കാണാൻ കഴിയുന്നില്ല. ഇത്രയും വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച അടുത്തിടെ ഒന്നും കണ്ടിട്ടില്ല. സമയം ഉണ്ടായിരുന്നിട്ട് പോലും അവരെ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞതുമില്ല. വളരെ ദയനീയമായ ഒരു അവസ്ഥയാണിത്. ഒരു വെള്ളച്ചാട്ടത്തിൽ എപ്പോഴാണ് വെള്ളം ഒരു കടൽ പോലെ മുകളിൽ നിന്നും വരിക എന്നുള്ളത് പറയാനേ പറ്റില്ല. ഇതുപോലെ ധാരാളം അപകടം നടക്കുന്ന വീഡിയോസ് ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും സമയത്ത് ഇതൊന്നും ആർക്കും മനസ്സിൽ തങ്ങി നിൽക്കുന്നില്ല. എല്ലാവരും ആ പിക്നിക്കിൻ്റെയോ ആ ഒരു കാഴ്ചയെ ആസ്വദിക്കുന്നതിൻ്റെ ഇടയിലോ ഇതുപോലെയുള്ള അപകടങ്ങളൊക്കെ മറന്നുപോയി വെള്ളത്തിലൊക്കെ ഇറങ്ങി നിൽക്കുന്ന ശീലം പലർക്കുമുണ്ട്. പെട്ടെന്നായിരിക്കും പതിയിരിക്കുന്ന അപകടം വെളിയിലോട്ട് എടുത്ത് ചാടുന്നത്. അതിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കാനേ മനുഷ്യർക്ക് സാധിക്കുകയുള്ളൂ. ജീവിതം വളരെ വിലപ്പെട്ടതാണ്. എന്തൊക്കെയായാലും ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ ജീവിതത്തിൽ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കരയിൽ നിൽക്കുന്ന ആളുകൾ മരത്തിൻ്റെ വള്ളികളും ചില്ലകളും ഒക്കെ എടുത്തിട്ട് രക്ഷിക്കാനായിട്ട് പരിശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഈ കുത്തി ഒഴുക്കിൽ ഇറങ്ങാനായിട്ട് രക്ഷാപ്രവർത്തകർ പോലും ഭയപ്പെടുന്ന ഒരു അവസ്ഥയാണ്. വെള്ളത്തിൽ നടുവിൽ കുടുങ്ങിക്കിടക്കുന്ന ആ കുടുംബത്തിനെയോ ഇല്ലെങ്കിൽ ആ ആളുകളെയോ കാണുമ്പോഴേക്കും മനസ്സിൽ ഇവർ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് അത് ആലോചിച്ചിട്ട് നമ്മൾക്ക് തന്നെ മനസ്സിൽ ആകെ മൊത്തം ഒരു ദിവസത്തിൻ്റെ ആ കാര്യം ആലോചിക്കാൻ തന്നെ മനസ്സിന് സാധിക്കുന്നില്ല. അത്രയ്ക്ക് ദയനീയമായൊരു കാഴ്ച. അത് കണ്ടുകൊണ്ടിരിക്കാൻ പോലും മനസ്സിൽ വന്നിട്ട് വളരെയധികം വിഷമം ഉണ്ടാക്കുന്നു. അതിൽ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ആ ഒരു അപകടത്തിൽ കുരുങ്ങി അങ്ങനെ നിസ്സഹായനായിട്ട് നിൽക്കുന്നത് മനസ്സിൽ ചിന്തിക്കാൻ പോലും വയ്യ. വെള്ളം പാച്ചിൽ തുടങ്ങുമ്പോൾ തന്നെ മെല്ലെ ധൈര്യം സംഭരിച്ചെങ്കിലും അവർക്കൊന്ന് അവിടെ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കാമായിരുന്നു. പക്ഷെ പിന്നീട് അത് വളരെ ബുദ്ധിമുട്ടായിട്ട് മാറും. ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കാൻ ഇടവരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.